ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ വെക്കേഷൻ ടൈമൊക്കെ ഇല്ല, അപ്പോൾ ഞങ്ങൾ തെന്മല ഒരു ട്രിപ്പ് പോകാമെന്ന് വെച്ച്. അപ്പോൾ ഞങ്ങളെല്ലാവരും തെന്മല ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. വീട് പൂട്ടിയിട്ട് താക്കോൽ അവിടെ തന്നെ വെക്കണം കേട്ടാ. അങ്ങോട്ടാ വണ്ടിക്കകത്ത് എന്തോ നോക്കുവാണല്ലേ. അതിനകത്ത് ആരൊക്കെ ഉണ്ടല്ലേ. ജീവ ഇരിപ്പുണ്ട്. ജീവ എന്ത് അതിനകത്ത് ഒന്നും നോക്കാൻ വയ്യ. ജീവ നമ്മളെവിടെ പോവാ പറഞ്ഞേ? നമ്മളെവിടെ പോവാ? എവിടെ കറങ്ങാൻ പോന്നെ? പറ. കറങ്ങാനെ കൊണ്ടുപോകത്തുള്ളൂ കേട്ടാ. പറ. നമ്മള് പുലിക്കൂട്ടനെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, പുലിക്കൂട്ടനെ. ഹായ് കൂട്ടുകാരെ, അപ്പം കുറച്ച് നാളത്തെ ഗ്യാപ്പിന് വീഡിയോ ഇടുന്നുണ്ടെങ്കിലും നമ്മളങ്ങനെ സംസാരിച്ചിടുന്ന കുറേ നാളത്തിന് ശേഷമാണ്. അപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയിരുന്നല്ലോ. ഇപ്പം നാളെ സ്കൂള് തുറക്കും. അപ്പോൾ ഇന്നത്തെ ദിവസവും ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ എല്ലാവരും ഉണ്ട്. ഉണ്ണിയണ്ണനുണ്ട്, ബാക്കിൽ കുറുമ്പി, ഞങ്ങളെ ഒരു കൊച്ചു കുറുമ്പനുണ്ട്. ജീവ ഹായ് പറ. ഹായ് പറ എല്ലാവരും. ഹായ് പറ. ജീവയുടെ അച്ഛനും അമ്മയുണ്ട്. അപ്പൊ അവര് വേറൊരു വണ്ടിയിൽ പോയി. ജീവയുടെ അച്ഛനും അമ്മയും ജീവയുടെ അമ്മ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നുണ്ടോ? ഞങ്ങൾ ഇത്രയും പേരും ഈ വണ്ടിയിൽ കണ്ട് ഇങ്ങനെ ഇറങ്ങിയതേ ഉള്ളൂ. നമ്മൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്ന സ്ഥലം ഏതാണ്? തെന്മല. അപ്പൊ തെന്മലയിലോട്ട് പോവാണ്, പോകുന്ന വഴിയാണ്. ഇങ്ങനെ നല്ല അടിപൊളി സ്ഥലം അല്ലേ, നല്ല രസമുണ്ട്. എല്ലാവരും കൂടെ നമ്മളെ വണ്ടി നിർത്തി കുറച്ച് തണ്ണിമത്തനും കുറച്ച് ഓറഞ്ചും എല്ലാം കൂടെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. തണ്ണിമത്തൻ കൊള്ളാവോ? ഇഷ്ടപ്പെട്ട തണ്ണിമത്തൻ കൊള്ളാം. അവിടെ തണ്ണിമത്തൻ ഇവിടെ അച്ഛനമ്മയ്ക്കും കൊടുത്തില്ല കേട്ടോ. തണ്ണിമത്തനും ഓറഞ്ചും ഒരു വണ്ടി എടുത്തിട്ട് കൊടുക്കണം. ഓറഞ്ചിൽ ഇപ്പൊ വാങ്ങിച്ചു തന്നു നിങ്ങൾക്ക്. ഇതാണ്ടേ കയ്യിരിക്കുന്ന ഓറഞ്ച് ഇതാണ്ടേ, ഇതിനകത്ത് ഓറഞ്ച് ഇരിക്കുന്നു. ഇവിടെ ഓറഞ്ച് ഇന്നോണ്ടിരിക്കുന്നത് ഓറഞ്ചെടുത്ത് കളയുന്നു. പുല്ലൂർ എത്തിയേട്ടാ. പുല്ലൂർ എത്തിയപ്പം വണ്ടിക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയുന്നുണ്ടല്ലോ. ജീവയുടെ വണ്ടി ഇൻഡിക്കേറ്റർ തിരിയുന്നുണ്ട്. ജീവയെ കൊണ്ടുപോയി. ജീവ അപ്പുറത്ത് വണ്ടി പോയി. എന്താ ഭംഗിയല്ലേ ആ തൂക്കുവലം കാണാൻ. സമ്മതിക്കണം കേട്ടോ. ഇത്രയും വലിയൊരു സംഭവം ഇങ്ങനെയൊക്കെ നിർമ്മിക്കണമെങ്കിൽ അവരൊക്കെ കഴിവ് ഭയങ്കരമായിരിക്കും. ആ സമയത്ത് കുട വണ്ടിയിലുണ്ട്. ഇന്ന് വണ്ടി ഓടിക്കുമ്പോഴേ കുറച്ചും കൂടെ ലെഫ്റ്റ് കയറണം, എന്നാലും ഈ ആൾക്കാർ സൈഡിൽ കൂടെ അങ്ങ് പോകും. എടുത്തിട്ടില്ല സാറേ, പതുക്കെ വന്നാൽ മതി. ഓടി കയറണ്ട, പതുക്കെ വന്നാൽ മതി കേട്ടാ. എന്തൊരു വെയിലോടാ ഇത്, ഭയങ്കര വെയിൽ കേട്ടാ. ജീവ തൊപ്പിയായിട്ട് എഴുതേണ്ടത്. സൂപ്പർ. വേണ്ട മോങ്ങോട്ടിനെ പിന്നെ തൊപ്പി തൊള്ളോണ്ട് ഇഷ്ടപ്പെട്ടില്ല. മോണ്ട ആച്ചിക്ക് കിട്ടിയ തൊപ്പി തല വെച്ചോ, വെയിലടിക്കത്തില്ല. കുറെ ഫോട്ടോ ഒക്കെ എടുത്താല. കിക്കാറ്റ്. നോട്ടെ നോട്ടെ, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. രണ്ടുപേരും എന്തോടെ അപ്പീടാ നിൽക്കുവാന്നറിയാം. എന്തോടെ ഇങ്ങിയിരിക്കുന്നത് ഈ രണ്ട് അപ്പീടാ നിൽക്കുന്നതൊക്കെ ഒന്ന്. ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഞങ്ങൾ അടിപൊളി ദോശ ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു. ഈ കഴിഞ്ഞാൽ തിന്ന് ആഹാരം കഴിക്കുന്നു. ഇവിടെയൊക്കെ താമസിക്കുന്നൊരു ഭാഗ്യമല്ലേ. നല്ല രസമാണ്, കുന്നും മലയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിനക്ക് ഇഷ്ടമാണെന്നടി? അടിപൊളി സ്ഥലമാണ് ഇങ്ങനെയുള്ള കുന്നും മലകളൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാരും ഉണ്ടായിരുന്നു. കാട്ടി പോകാൻ വഴി പോകുന്നുണ്ട് വീഡിയോ കിട്ടുമ്പോ. അവിടെ വണ്ടി ഇവിടെ കുഴപ്പമില്ല.
രണ്ടുപേരെ നമ്മളവിടെ പാർക്ക് ചെയ്ത് കേസ്. നല്ല വെയിലാന്ന് തോന്നുന്നു കേട്ടോ, നല്ല വെയിലുണ്ട്. വാശി കയറി വെലുന്ന് മാറിക്ക്. ഓ എല്ലാവരും മഴ കണ്ടപ്പോഴത്തേനും എല്ലാവർക്കും വെയിൽ ഏത് ഇതൊന്നും പറഞ്ഞിരിക്കുക. ആ കണ്ണിന് കുടകളുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. എന്ത് രസമല്ലേ, അടിപൊളി സ്ഥലം. നോക്കിയേ വാശി നോക്കടി, ഇതൊരു കുഴിയുണ്ട് വാശി നോക്കിയേ. അങ്ങോട്ടാവോ നമ്മളെ വീടൊക്കെ ഇവിടെ കാണാൻ മതിയായിരുന്നല്ലേ. എന്ത് രസമല്ലേ, എല്ലാ ദിവസവും അത് തുറക്കുമ്പോൾ കാണുന്ന ഈ ഒരു കാഴ്ച കാണുമെങ്കിൽ എന്ത് രസമായിരിക്കില്ലേ. തറയെ നോക്കിപ്പോ കുഴി പോയാൽ തീർന്നു. അതിനാക്കൊണ്ടേ ആ ഫോട്ടോ ഉള്ളടാ. ചിരിച്ചേ കയറ്. പോണ്ടേ, നമുക്ക് അടുത്ത് പോണ്ടേ. ഓ ജീവ ഉറക്കമായി ഗസ്, ജീവ ഉറക്കമായി. കയറി പപ്പാ. നമുക്ക് ലെഫ്റ്റ് കയറിപ്പോ. നമുക്ക് ആദ്യമേ വേറൊരു സ്ഥലമുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് അവിടെ പോയിട്ട് പിന്നെ അതേമാതിരിപ്പം. ഇത് അടിപൊളി സ്ഥലമാണ്. ഇതിനകത്ത് നല്ല അടിപൊളി സ്ഥലമാണ് കാണാനൊക്കെ. സൂപ്പർ സ്ഥലമാണ്. നമുക്ക് കണ്ടിട്ട് വരാം. നമുക്ക് അതിനകത്തുള്ള സ്ഥലം വീഡിയോ എടുക്കാൻ പറ്റി കേട്ടോ. ഫോൺ വണ്ടിക്കകത്തായി പോയി, ഞാൻ മറന്നുപോയി ഫോൺ എടുക്കുന്നത്. അകത്തിലിട്ട ഓർപ്പ്. നമുക്ക് വണ്ടി അകത്ത് പാർക്ക് ചെയ്യാൻ സ്ഥലം കാണുമെന്ന് അറിയാൻ വയ്യല്ലേ. നീ പോയി ടിക്കറ്റ് എടുത്തിട്ട് വന്നേ. നമുക്ക് നീ എന്നിട്ട് അകത്ത് വണ്ടി ഇടാൻ സ്ഥലം ഉണ്ടോ എന്ന് ചോദിക്കണേ. തമിഴ്നാടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ കേസ് നമുക്ക് വണ്ടിയെല്ലാം അകത്ത് ഫുള്ളാട്ടോ. അകത്ത് പാർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ കിടക്കട്ടെ, ഇപ്പോൾ നല്ല സൗകര്യം ഉണ്ടല്ലോ. ഇവിടെ കിടക്കട്ടെ, കൊള്ളാങ്കി കൊടുത്താൽ ചേട്ടാ. നമുക്കൊരു 7 ചായ ഇറങ്ങണം. 7 ചായ കടി ഇത്ര മതിയാ? ജീവ നോക്കി കുറേയൊക്കെ ഉണ്ടോ ജീവ? അതോ ഒരാൾ ചോദിക്കുന്നുണ്ടോ ജീവ? നോക്കി ആശി ഡി ജീവ നോക്കി നമ്മൾ തോ അതിൻ്റെ ഏറ്റവും മണ്ടേ നമ്മൾ കയറണം കണ്ട. ഓ നോക്കിയേ ഓ അല്ലാതെ ഇതായി പോയി ബാറ്ററി. എന്തോ ഭയങ്കര കയറ്റമായി പോയി. മോടെ ജീവ ഓടാ പിടിച്ചോ. മോട കൊച്ചോടുന്നുണ്ടാ പിടിച്ചോനെ, തള്ളി വീഴും. ഓ എന്ത് രസമല്ലേ, അടിപൊളി. അന്ന് വന്നപ്പോൾ ഇത്രയും വെള്ളമൊന്നുമില്ലായിരുന്നു ബാറ്ററി, മൊത്തം വെള്ളം. എന്ത് സൂപ്പർ അടിപൊളി സ്ഥലം കണ്ട. എൻ്റെ പൊന്നോ അടിപൊളി കേട്ടോ. ഇതൊക്കെ നിർമ്മിച്ച ആൾക്കാരെയൊക്കെ സമ്മതിച്ചു പറ്റുമോ ഈ ഡാം നിർമ്മിച്ച്? എന്തോ അപ്പോൾ നമ്മൾ എല്ലാം കണ്ട് താഴോട്ട് ഇറങ്ങണ സമയം കഴിഞ്ഞു കേട്ടാ. ഇങ്ങനെ നമ്മൾ സെക്യൂരിറ്റി പറഞ്ഞു ഇപ്പോൾ എല്ലാവരും താഴോട്ട് പോയിക്കാനാണ് പറഞ്ഞത്. അങ്ങോട്ട് പെട്ടെന്ന് വേണം, അങ്ങോട്ട് നമുക്ക് അവരെത്തുന്നതിന് മുമ്പേ വരണം. ബാ പെട്ടെന്ന്. ഗൈസ് നമ്മുടെ വീഡിയോ ഇന്നത്തെ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.